സ്ലിഹ രണ്ടാം വെള്ളി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവരാകുക. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ പിന്തിരിയും. ഉൽപ്പത്തി 3:19 എന്ന ശാപം മനുഷ്യൻ സാത്താനെ അനുഗമിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. തോട്ടത്തിലെ നടുവിൽ നിൽക്കുന്ന മരത്തിൻ്റെ ഫലം ഭക്ഷിച്ചാൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞ് സാത്താൻ മനുഷ്യന് തെറ്റായ പ്രബോധനം നൽകി അവനെ വശീകരിച്ചു. ഉൽപ്പത്തി 3:5. അങ്ങനെയാണ് മനുഷ്യനിലേക്ക് തിന്മ കടന്നു വരുന്നത്. ലോകത്തിന് വീണ്ടും ദൈവിക ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിനാണ് ദൈവം ഭൂമിയിൽ അവതരിച്ചത്. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. യെശയ്യാ 54. ദൈവത്തിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. അതിന് പിതാവിനാൽ ആകർഷിക്കപ്പെടണം. പിതാവിനാൽ ആകർഷിക്കാത്തവരൊന്നും അവൻ്റെ അടുക്കൽ വരുന്നില്ല. പിതാവും പുത്രനും ഒന്നാകയാൽ അഭിഷേകം ലഭിച്ചവരെ വിളിക്കപ്പെട്ടവർ അവനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അവൻ്റെ അരികിൽ വരുന്നവരെ ഒരിക്കലും അവൻ തള്ളിക്കളയുകയില്ല. ഒരാൾ എത്രമാത്രം യേശുവിലേക്ക് വളരുന്നുവോ അത്രമാത്രം അവർ യേശുവിലേക്ക് അടുക്കുന്നു. അവൻ്റെ പ്രബോധനങ്ങൾ ജീവിക്കുന്നു. പരസ്പരം സ്നേഹിക്കുക എന്നതാണ് അവൻ നൽകിയ ഏറ്റവും വലിയ പ്രബോധനം. അത് ദൈവം തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ, ശാന്തരായി ജീവിക്കുവിൻ. 1 തെസ്സലോനിക്ക 4:5. മനുഷ്യനുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം പ്രകടമാകുന്നത് വിശുദ്ധ കുർബാനയിലാണ്. മനുഷ്യനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന വിശുദ്ധ കുർബാന സമയമാണ് ഒരാളുടെ ജീവിതത്തിലെ അമൂല്യ നിമിഷങ്ങൾ എന്ന തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. സഹായകൻ വരുമ്പോൾ സകല കാര്യങ്ങളും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നമ്മെ പഠിപ്പിക്കും.